ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഒരു ബീട്രൂട്ട് തോരൻ്റെ സിമ്പിൾ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ. നമ്മുടെ എല്ലാവരുടെയും ലഞ്ചിൽ ഒരു സൈഡ് ഡിഷായിട്ട്, ഒരു ഹെൽത്തി സൈഡ് ഡിഷായിട്ട് എപ്പോഴും വെക്കാൻ പറ്റുന്ന ഒരു തോരനാണ് നമ്മുടെ ബീട്രൂട്ട് തോരൻ. അപ്പോൾ ടൈം കളയാതെ നമുക്ക് ബീട്രൂട്ട് തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഏത് പാനിലാണോ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാൻ നോക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ആ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് ഇടുക. ഈ കടുക് പൊട്ടിക്കഴിയുമ്പോഴാണ് ഇനി നമുക്ക് അതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻ്റായിട്ട് ഇടുന്നത്. ആദ്യം തന്നെ ഞാൻ പച്ചമുളക് ഇടുന്നത്, നമ്മളിവിടെ ഒരു നാലല്ല ഒരു 3 പച്ചമുളക് കീറിയിട്ട് നടുഭാഗം കീറിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സവാള ഇടണം. ഞാനിവിടെ സവാള കുറച്ച് കൂടുതലായിട്ടിരിക്കുന്നത്, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ സവാളയുടെ അളവ് കൂടാം. ഏകദേശം ഒരു വലിയ സവാളയുടെ ഒരു പകുതി കഷ്ണം മാത്രമേ ഉള്ളൂ നമ്മളിവിടെ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളിതിലേക്ക് ബീട്രൂട്ട് ഇടുന്നതിന് മുന്നേ തന്നെ സവാള വാടി കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ആൻഡ് വേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇതൊക്കെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊണ്ട് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കാര്യം പെട്ടെന്ന് നന്നായിട്ട് അങ്ങ് വാടാനും പാടില്ല, കുറച്ച് ടൈം എടുക്കാനും വയ്യ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇനി നമുക്കിതിലേക്ക് സവാള വാടാനൊന്നും നിൽക്കുന്നില്ല. നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ ബീട്രൂട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തും അല്ലാതെയും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സവാള നന്നായിട്ട് വാടാനൊന്നും കാത്തിരിക്കേണ്ട. നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ബീട്രൂട്ടിനൊപ്പം തന്നെ സവാള വാടിയാൽ മതി. അപ്പോൾ നമുക്ക് സവാള ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. രണ്ടും ഒരേ ടൈമിൽ വാടിക്കിട്ടുന്ന ഒരു രീതിയിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നേരം ഇത് മൂടിയിട്ട് വേവിക്കണം. ഉപ്പിട്ടിട്ട് മൂടിയിട്ട് വേവിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം മൂടിയിട്ട് വേവിച്ചതിന് ശേഷമുള്ളതാണിത്. നന്നായിട്ട് നമുക്ക് വാടിക്കിട്ടിട്ടുണ്ട് ഉപ്പിട്ട് കഴിഞ്ഞപ്പോൾ. ഇനി നമുക്കിതിലേക്ക് ഓരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കണം. ഉപ്പ് നമ്മൾ ആദ്യമേ പാകത്തിന് ചേർത്തായിരുന്നു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഒരു തേങ്ങയുടെ പകുതി തേങ്ങ ചെറുകിയതെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമ്മുടെ തേങ്ങയുടെ ആ ഒരു പച്ച മണമൊക്കെ മാറി കിട്ടണം. അത്രയും നേരം വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. കാര്യം നമുക്ക് അടുക്കി പിടിക്കാനും പാടില്ല, നന്നായിട്ട് നന്നായിട്ട് വെന്ത് കിട്ടാനും പാടില്ല, ഒരു പരുവത്തിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീട്രൂട്ട് തോരൻ. സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരുടെയും ലഞ്ചിൽ ഒരു സൈഡ് ഡിഷ് ആക്കാൻ പറ്റിയൊരു തോരനാണ് ബീട്രൂട്ട് തോരൻ. വളരെ സിമ്പിളായിട്ട് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് വ്യത്യാസം വരുത്തി ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത്ര സിമ്പിളായിട്ട് തോരൻ ഉണ്ടാക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.